നടൻ ജയറാമിന്റെ ഒരു പ്രതികരണം ലഭിക്കുകയാണ്. കാരണം അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നു സ്വർണ്ണക്കൊള്ളക്കേസ്. ജയറാം ഇഡിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എന്താണ് പറയാനുള്ളത്? അത് അവരോടല്ലേ പറയുന്നത്. ഓറം തുറന്ന് ഇറങ്ങട്ടെ ഒന്ന്. ജയറാം ഈ ഉണ്ണി ജയറാം ഇറങ്ങുന്ന ദൃശ്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. ജനം ആദ്യം കാര്യം ചെയ്യാം. ഞാൻ ഗേറ്റിന്റെ ഉയർത്തുമായി വന്നിട്ട് അവിടെ നിൽക്കാം. ഗേറ്റിന്റെ അവിടെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ആണ് ഇപ്പോൾ നടൻ ജയറാമിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും വിളിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട്, എന്നാൽ സാമ്പത്തികമായി മറ്റ് ഇടപാടുകളോ തട്ടിപ്പിൽ പങ്കോ ഇല്ല എന്ന് വ്യക്തമാക്കിയതാണ്. ഈ ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി ഉപയോഗിച്ചുകൊണ്ട് പൂജ നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടൻ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ അദ്ദേഹം മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നു. ഓക്കെ, പറഞ്ഞേക്കട്ടെ. പറയട്ടെ. നമസ്കാരം. ശബരിമല എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക വികാരമാണ്. എത്രയോ ക്ഷേത്രങ്ങൾ നമുക്കുണ്ടെങ്കിലും ശബരിമല എന്ന് പറയുന്നത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ജാതി മത ഭേദമന്യേ അവരെത്തുന്ന വലിയ പുണ്യ സ്ഥലമാണ്. അപ്പൊ അവിടെ ഇത്തരം സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ആ ഒരു മലയാളിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും. പറയട്ടെ ബാക്കി. ഈ കഴിഞ്ഞ 10-38 വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള പൂജ, അല്ലെങ്കിൽ ആനയെ നടക്കിരത്തില് ആനക്കൊട്ടിൽ സമർപ്പണം, നട സമർപ്പണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജ കാര്യങ്ങൾ, ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് എന്നെയാണ്. ഞാൻ കഴിവതും പോകാറുണ്ട്. അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ പൂജയ്ക്ക് വിളിക്കുകയും ഈ നട കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ എന്നെ പല പ്രാവശ്യം ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ട്